നമസ്കാരം. പ്രധാന വാർത്തകൾ. കല്യാൺ പൊന്നിൽ മുങ്ങിക്കുളിച്ച് കൊച്ചി ഓഗസ്റ്റ് 19 മുതൽ. കടവൂർ 4-ാം ബ്ലോക്കിലെ ഉരുൾപൊട്ടൽ, മരണം 5, തെരച്ചിൽ തുടരുന്നു. വിദ്യാഭ്യാസ വായ്പ നൽകാത്തതിൽ പ്രതിഷേധിച്ച് SBI ഉടുമ്പന്നൂർ ശാഖ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഉപരോധിച്ചു. ഇളന്തേശം ബ്ലോക്ക് പഞ്ചായത്ത് 12-ാം പഞ്ചവത്സര സെമിനാർ റോഷി അഗസ്റ്റിൻ MLA ഉദ്ഘാടനം ചെയ്തു. തൊടുപുഴ നഗരസഭയിൽ ആധുനിക ടോയ്ലറ്റ് പ്രവർത്തനം തുടങ്ങി. തൊടുപുഴ ലയൺസ് ക്ലബിന്റെ സഹകരണത്തോടെ ശാഴികാട്ട് ആശുപത്രിയിൽ കിഡ്നി കെയർ ഡയാലിസിസ് സെന്റർ പ്രവർത്തനം തുടങ്ങി. മന്ത്രി PJ ജോസഫ് ഉദ്ഘാടനം നിർവഹിച്ചു. ഇലപ്പള്ളി CMS UP സ്കൂളിൽ ഓണാഘോഷവും KG മാത്യു കണ്ണാലിക്ക് സ്വീകരണവും നൽകി. കോട്ടയം, തൊടുപുഴ, തൃശൂർ. വാർത്തകൾ വിശദമായി. വെള്ളിയാഴ്ച ഉരുൾപൊട്ടലുണ്ടായ കോതമംഗലത്തെ പൈങ്ങോട്ടൂരിൽ കാണാതായ ഒരാളുടെ മൃതദേഹം കൂടി കണ്ടെടുത്തു. ഇതോടെ മരിച്ചവരുടെ എണ്ണം 5. മാടയ്ക്കപ്പള്ളിയിൽ ഐപ്പ എന്നയാളുടെ മൃതദേഹമാണ് കണ്ടെത്തിയത്. നളിനി എന്ന സ്ത്രീയെ കാണാതായിട്ടുണ്ട്. അവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുകയാണ്. മരിച്ചവരുടെ ശവസംസ്കാര ചടങ്ങുകൾക്ക് 10,000 രൂപ വീതം ധനസഹായം സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൊച്ചിയിൽ നിന്നെത്തിയ നാവികസേനാ സംഘവും ഫയർഫോഴ്സും ചേർന്ന് നടത്തിയ തിരച്ചിലിലാണ് ഐപ്പിന്റെ മൃതദേഹം കണ്ടെത്തിയത്. രാവിലെ 7 മണി മുതൽ തിരച്ചിൽ തുടങ്ങിയിരുന്നു. കോതമംഗലം, മൂവാറ്റുപുഴ, തൊടുപുഴ എന്നിവിടങ്ങളിൽ നിന്നെത്തിയ ഫയർഫോഴ്സ് സംഘമാണ് തിരച്ചിൽ നടത്തുന്നത്. രാവിലെ ചെറിയ ചാറ്റൽ മഴയുണ്ടായിരുന്നെങ്കിലും കനത്ത തോതിൽ മഴയില്ലാത്തത് രക്ഷാപ്രവർത്തകർക്ക് സഹായകരമായി. കേന്ദ്ര സർക്കാർ പൗരന്മാർക്കായി തികച്ചും സൗജന്യമായി ഏർപ്പാടാക്കിയ പദ്ധതിയാണ് ആധാർ. ആദ്യമൊക്കെ ആധാർ പദ്ധതിയിൽപ്പെട്ട കാർഡിനു വേണ്ടി ജനങ്ങളുടെ തിക്കും തിരക്കും അനുഭവിച്ച കാലമുണ്ടായിരുന്നു. കേരള സർക്കാർ വിദ്യാർത്ഥികളുടെ രജിസ്ട്രേഷൻ തുടങ്ങിയ കാര്യങ്ങൾക്ക് ആധാർ കാർഡ് നമ്പർ വേണമെന്ന് നിർബന്ധിച്ചും തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ പല ആധാർ ഫോട്ടോയെടുപ്പ് കേന്ദ്രങ്ങളും ഇന്ന് ജനങ്ങൾ ഉപേക്ഷിച്ച മട്ടാണ്. എല്ലാവരും ആധാറിനായി എൻറോൾമെന്റ് നടത്തി കഴിഞ്ഞിട്ടില്ല. ഇനിയും ഫോട്ടോയെടുപ്പും മറ്റും നടത്താത്ത അനവധി ആളുകൾ ഉണ്ടത്രേ. ആദ്യകാലത്ത് ജനങ്ങളുടെ തിരക്ക് കണ്ട് BSc നഴ്സിംഗ് വിദ്യാർത്ഥികളായ അനു ജോൺ, അഞ്ചുമോൾ K മാത്യു, സുകന്യ സുകുമാരൻ എന്നിവർക്ക് വിദ്യാഭ്യാസ വായ്പ നിഷേധിച്ച SBI ഉടുമ്പന്നൂർ ശാഖയുടെ മുന്നിൽ യൂത്ത് കോൺഗ്രസ് ഉടുമ്പന്നൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വായ്പ നിഷേധിക്കപ്പെട്ട വിദ്യാർത്ഥിനികളും രക്ഷിതാക്കളും അനിശ്ചിതകാല സമരം ആരംഭിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് KR സോമനാഥ്, യൂത്ത് കോൺഗ്രസ് ലോക്സഭാ സെക്രട്ടറി ജിയോ മാത്യു എന്നിവർ ബാങ്ക് പ്രസിഡന്റിന് നോട്ടീസ് നൽകി. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സാം ജേക്കബ് അധ്യക്ഷത വഹിച്ച സമരം ജിയോ മാത്യു ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് അനീഷ് കിഴക്കൽ, മനോജ് നോമ്പ്രയിൽ, TL അക്ബർ, ജോൺസൺ ശാസ്താംകുന്നേൽ, മാത്യു K ജോൺ, അഖിലേഷ് ദാമോദരൻ, റഷീദ് ഇല്ലിക്കൽ, സലീം പനശിക്കൽ, MP കരീം, സോമി പുളിക്കൽ, റോബിൻ പുളിക്കൽ, ജോണി പുത്തിരി, CB ദാമോദരൻ, നിഷ എൽദോസ്, രാജീവ് രാജൻ, ജോണി മുതലക്കുഴി, രമ്യ റെജി, ME പത്മനാഭൻ, ബിന്ദു സജീവ്, സെജി ജോസഫ്, അഷ്റഫ് എന്നിവർ പ്രസംഗിച്ചു. ജില്ലാ ഇൻഫർമേഷൻ ഓഫീസും ഇളന്തേശം ബ്ലോക്ക് പഞ്ചായത്തും സംയുക്തമായി 12-ാം പഞ്ചവത്സര പദ്ധതിയെക്കുറിച്ച് ഏകദിന സെമിനാർ നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടത്തിയ സെമിനാർ റോഷി അഗസ്റ്റിൻ MLA ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CB ദാമോദരൻ അധ്യക്ഷത വഹിച്ചു. അസിസ്റ്റന്റ് ജില്ലാ പ്ലാനിംഗ് ഓഫീസർ ഡോക്ടർ സാബു വർഗീസ് ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ PS രാജശേഖരൻ, ഇളന്തേശം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വത്സമ്മ എബ്രഹാം, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ M മോനിഷൻ, ആലക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സെലിൻ ബേബി, ദിലീപ് കുമാർ, സലോമി തോമസ്, CB ജോസഫ്, മനോജ് തങ്കപ്പൻ, മോളി മാണി, ലീല തങ്കൻ, ബിന്ദുമോൾ, ദിലീപ് കുമാർ, നിഷ എൽദോ, ജാൻസി മാത്യു, MR ഉദയൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ഗവൺമെന്റിന്റെ നിർദ്ദേശാനുസരണം ഇങ്ങനെ ഒരു സെമിനാർ സംഘടിപ്പിച്ചിട്ടുള്ളതിന് വേണ്ടി
കേരളത്തിലെ നിയമനിർമ്മാണ സഭയുടെ 125-ാം വാർഷികം ഒരു വർഷം നീണ്ടുനിൽക്കുന്ന പരിപാടികളോടെ ആഘോഷിക്കുമെന്ന് നിയമസഭാ സ്പീക്കർ ജി കാർത്തികേയൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ആഗസ്റ്റ് 23-ന് വൈകുന്നേരം 4-ന് നിയമസഭാ മെമ്പേഴ്സ് ലോഞ്ചിൽ മഹാരാഷ്ട്ര ഗവർണർ കെ ശങ്കരനാരായണൻ ഒരു വർഷം നീണ്ടുനിൽക്കുന്ന പരിപാടികൾ ഉദ്ഘാടനം ചെയ്യും. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അധ്യക്ഷനായിരിക്കും. സ്പീക്കർ ജി കാർത്തികേയൻ സ്വാഗതം ആശംസിക്കും. പ്രതിപക്ഷ നേതാവ് വി.എസ്. അച്യുതാനന്ദൻ മുഖ്യപ്രഭാഷണം നടത്തുമെന്നും സ്പീക്കർ അറിയിച്ചു. പിന്നെ മറ്റൊന്ന്, നിയമസഭാ സമുച്ചയത്തിലെ പൂന്തോട്ടത്തിൽ ഇവിടെ ശില്പങ്ങൾ സ്ഥാപിക്കാനുള്ള ഒരു പദ്ധതി ലളിതകലാ അക്കാദമിയുമായി സംസാരിക്കുകയാണ്. അവരുമായി സംസാരിച്ച് അത് നടപ്പാക്കും. 125 വർഷത്തെ ചരിത്രം രേഖ. കേരള ദേശം പാർട്ടി രൂപീകരിച്ചതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കേരളത്തിലെ വിവിധ രാഷ്ട്രീയ പാർട്ടികളിലും കേരള ജനതയ്ക്ക് വേണ്ടി, മലയാളികൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഒരു പാർട്ടി വഴിയില്ല. ജാതിക്ക് വേണ്ടി, ജാതിപരത്തിനും രാഷ്ട്രീയ വികാരം വേറെ, മതപരമായ കാര്യങ്ങൾക്കാണ് ഇവർക്ക് താല്പര്യം. അപ്പോൾ ജനങ്ങളുടെ സുരക്ഷിതത്വം, മലയാളികൾക്ക് സുരക്ഷിതം വരുത്താൻ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സ്റ്റേറ്റ് ലൈബ്രറിയൻസ് യൂണിയൻ നേതൃത്വത്തിൽ തൊടുപുഴ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫീസിന് മുൻപിൽ ധർണ നടത്തി. ലൈബ്രറി കൌൺസിൽ ജില്ലാ സെക്രട്ടറി കെ.എം. ബാബു ധർണ ഉദ്ഘാടനം ചെയ്തു. ടി.സി. ചാക്കോ, ടി.ജി. നാരായണൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ജോൺ ജി തോപ്പിൽ സ്വാഗതവും സണ്ണി തോമസ് നന്ദിയും പറഞ്ഞു. ഒരു മാസത്തെ ഉത്സവത്തെ അനുവദിക്കുക. തൊടുപുഴ മുനിസിപ്പാലിറ്റിയിൽ ആധുനിക ടോയ്ലറ്റ് പ്രവർത്തനം തുടങ്ങി. തൊടുപുഴ ടൗൺ ഹാളിന് സമീപം സ്ഥാപിച്ചിരിക്കുന്ന ടോയ്ലറ്റിന്റെ ഉദ്ഘാടനം മുനിസിപ്പൽ ചെയർമാൻ ടി.ജെ. ജോസഫ് നിർവഹിച്ചു. 7,40,000 രൂപ മുതൽ മുടക്കിയാണ് ടോയ്ലറ്റ് നിർമ്മിച്ചിരിക്കുന്നത്. ഉദ്ഘാടന സമ്മേളനത്തിൽ മുനിസിപ്പൽ കൌൺസിലർമാർ, മുനിസിപ്പൽ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. തൊടുപുഴ ലയൺസ് ക്ലബ്ബും ചാഴികാട്ട് ആശുപത്രിയും സംയുക്തമായി നടപ്പാക്കുന്ന ഡയാലിസിസ് പദ്ധതിയുടെ ഉദ്ഘാടനം ചാഴികാട്ട് ആശുപത്രിയിൽ മന്ത്രി വി.ജെ. ജോസഫ് നിർവഹിച്ചു. ലയൺസ് ഡിസ്ട്രിക്ട് ഗവർണർ സി.എ. അബ്രാഹാം പന്നിക്കാരൻ അധ്യക്ഷത വഹിച്ചു. മുനിസിപ്പൽ ചെയർമാൻ ടി.ജെ. ജോസഫ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. ഡോക്ടർ ജോസഫ് സ്റ്റീഫൻ, ഡോക്ടർ സി.എസ്. സ്റ്റീഫൻ, ഡോക്ടർ കെ. സുദർശൻ, ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസ്, സെക്രട്ടറി ശരത് യു. നായർ, ട്രഷറർ കെ. രാമചന്ദ്രൻ, വൈസ് പ്രസിഡന്റ് പുന്നൂസ് ജേക്കബ്, തമ്പി എരുമേലിക്കര, വി. അമർനാഥ് തുടങ്ങിയവർ പങ്കെടുത്തു. ഒരു നല്ല അന്തരീക്ഷം ഒരുക്കിയിരിക്കുക. പ്രസിദ്ധമായ ആശുപത്രിയിൽ വീണ്ടും പൂക്കൾ ഓണപ്പൂക്കളങ്ങളുടെ അഭിവാജ്യ ഘടകമായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. പച്ചയീർക്കിലിൽ കോർത്ത വീണ്ട പൂക്കുടകൾ പൂക്കളങ്ങളുടെ അഴകു വർദ്ധിപ്പിച്ചിരുന്നു. ഇന്നത് പൂക്കുകൾക്കു പകരം നിറം ചേർത്ത വസ്തുക്കൾ ഉപയോഗിച്ചുള്ള കള്ളങ്ങളായി മാറി. മത്സരങ്ങൾക്കായി മാത്രം ഓണപ്പൂക്കളങ്ങൾ ഒരുങ്ങുന്നതും നിറങ്ങൾ കൊണ്ട് മാറ്റുകൂട്ടാമെന്നും പുതുതലമുറ അറിയുന്നു. എന്നാൽ പൂക്കളങ്ങളിൽ പൂക്കുടകൾ കൂടിച്ചേരുമ്പോഴാണ് ഓണപ്പൂക്കളം പൂർണ്ണമാകുന്നതെന്ന് സംഘാടകരും അറിയുന്നില്ല. ഇത് മൂലമറ്റം വാഗമൺ റോഡിൽ പൂത്ത വീണ്ടവള്ളിയിലെ പൂക്കളുടെ അപൂർവ കാഴ്ച. ഡെക്കാൻ ക്രോണിക്കിൾ ദിനപത്രം ഏർപ്പെടുത്തിയ ബെസ്റ്റ് മിനിസ്റ്റർ അവാർഡും വുമൻ ഓഫ് ദി ഇയർ അവാർഡും വിതരണം ചെയ്തു. മുട്ടം പാലസിൽ വെച്ച് നടന്ന ചടങ്ങിൽ ഉത്രാടം തിരുനാൾ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് ബെസ്റ്റ് മിനിസ്റ്റർ അവാർഡ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ഇബ്രാഹിം കുഞ്ഞിനും ആധാർ നമ്പറോട് കൂടിയ റെസിഡൻസ് ഐഡന്റിറ്റി കാർഡ് ലഭിക്കുന്നതിന് എല്ലാവരും ദേശീയ ജനസംഖ്യ ക്യാമ്പുകളിൽ നിശ്ചിത ദിവസം തന്നെ എത്തി ദേശീയ സംരംഭത്തിന്റെ ഭാഗമാകണമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അഭ്യർത്ഥിച്ചു. തിരുവനന്തപുരം നന്ദൻകോട് ഭാഗത്തെ ആധാർ ബയോമെട്രിക് വിവരശേഖരണത്തിന്റെ ഭാഗമായി മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമായി സംഘടിപ്പിച്ച ക്യാമ്പിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദേശീയ ജനസംഖ്യാ രജിസ്റ്റർ സംരംഭം സംസ്ഥാനത്ത് നടന്നുവരികയാണ്. രാജ്യത്ത് സ്ഥിര താമസക്കാരായ എല്ലാവരും ദേശീയ ജനസംഖ്യാ രജിസ്റ്ററിൽ ഇലപ്പിള്ളി CMS UP സ്കൂളിൽ ഓണാഘോഷവും അടുത്ത അധ്യയന വർഷത്തെ ഉച്ചഭക്ഷണ പോഷകാഹാര പദ്ധതി സ്പോൺസറായ KG മാത്യു കണ്ണാലിക്ക് സ്വീകരണവും നൽകി. സ്കൂൾ മാനേജർ ബിജു കെ. തോമസ് അധ്യക്ഷത വഹിച്ചു. അറക്കുളം ഗ്രാമപഞ്ചായത്ത് അംഗം എലിസമ്മ തോമസ് ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. ഇപ്പോൾ വളരെ സന്തോഷവാന്മാരും ആകാംക്ഷയോടുകൂടി ഓണസദ്യ ഉണ്ണാനായിട്ട് നമ്മളിങ്ങനെ കാത്തിരിക്കുകയാണല്ലേ. അതെ, അപ്പോൾ ഓണം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം.
അറിയാമോ? എന്തിനാണ് നമ്മൾ ഓണം ആഘോഷിക്കുന്നതെന്ന് നമുക്കറിയാം. അത് സാഹോദര്യം, സ്നേഹം, പരസ്പര സ്നേഹം ഒക്കെ നമ്മൾ പങ്കുവെക്കുന്ന ഒരു ദിവസമാണല്ലേ മാവേലി തമ്പുരാനെ ഓർത്ത്, അല്ലേ? മാവേലി പണ്ട് നാടുവാണിരുന്നു. മാവേലിക്ക് ഒരു ചെറിയ അബദ്ധം പറ്റിയല്ലേ? നമുക്കറിയാവുന്നവർ തന്നെ ചിലപ്പോൾ വിളിച്ചെന്നിരിക്കും, അല്ലേ? ഉണ്ടോ? ഇല്ല. അങ്ങനെയൊക്കെ വിളിക്കുമ്പോൾ ഈ പൂച്ചക്കുഞ്ഞിന്റെ കാര്യം ഓർക്കണം. ഇത് നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ട് മാത്രമാണോ? അതിനെന്താ നമ്മൾ ചെയ്യേണ്ടത്? ആര് നമ്മൾ പുറത്ത്, നമ്മുടെ സ്കൂളിലല്ല, സ്കൂളിലുള്ളവർ തരുമ്പോൾ അതൊക്കെ വാങ്ങിക്കാം. പക്ഷെ നമ്മൾ പുറത്ത് പോകുമ്പം നമ്മൾ അറിയുന്ന ആൾക്കാരാണെങ്കിൽ പോലും നമ്മളോട് സംസാരിക്കുകയും നമ്മളോട് ഇടപെടുകയും ചെയ്യുന്നതൊക്കെ നമ്മൾ വീട്ടിൽ ചെന്ന് മാതാപിതാക്കളോട് പറയണം. മനസ്സിലായോ? നീ സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് രാഷ്ട്രപതിയുടെ പോലീസ് മെഡലിന് എറണാകുളം ക്രൈംബ്രാഞ്ച് SP KG സൈമൺ അർഹനായി. അംഗീകാരം ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്ന് KG സൈമൺ പറഞ്ഞു. ഇത്തരത്തിലൊരു അവാർഡിന് അർഹനായി എന്നറിഞ്ഞപ്പോൾ തോന്നി വികാരം എന്താ? എനിക്ക് വളരെ സന്തോഷം തോന്നി. പക്ഷേ എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് ഒരു ഡിപ്പാർട്ട്മെൻറ്റ്, പ്രത്യേകിച്ച് രാഷ്ട്രപതിയിൽ നിന്ന് എനിക്കൊരു അവാർഡ് കിട്ടുമെന്ന് പറഞ്ഞ് എനിക്ക് വളരെ സന്തോഷം തോന്നി. കാരണം ഞാൻ പണ്ട് എനിക്ക് ഡിഗ്രിക്ക് ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് എനിക്കന്ന് അത്രയ്ക്കൊരു വിലയില്ലായിരുന്നു. ഡിഗ്രി പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഞാൻ അന്ന് ഗ്യാനി സെയിൽ സിംഗ് എന്ന് പറഞ്ഞ രാഷ്ട്രപതി ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ സത്യം പറഞ്ഞാൽ അന്ന് രാജ്ഭവനിൽ പോയി ഞാൻ അദ്ദേഹത്തിനോട് ഡിന്നർ കഴിച്ചിട്ടുള്ളതാണ്. പക്ഷേ എനിക്കന്ന് അത്രയ്ക്കൊരു വിലയോ അതിൻ്റെ ഒന്നും കാര്യങ്ങളായിരുന്നു. പക്ഷേ ഞാൻ NCCയുടെ ഒരു ഭാഗമായിട്ടാണ് അന്ന് പോയത്. പങ്കാളിത്ത പെൻഷൻ പദ്ധതി നടപ്പിലാക്കുന്നതിനെതിരെ സംസ്ഥാന ജീവനക്കാരും അധ്യാപകരും ആഗസ്റ്റ് 21 നടത്തുന്ന പണിമുടക്കിന്റെ ഭാഗമായി തൊടുപുഴയിൽ ജീവനക്കാരും അധ്യാപകരും പ്രകടനം നടത്തി. മിനി സിവിൽ സ്റ്റേഷനിൽ നിന്നും ആരംഭിച്ച പ്രകടനം PWD കോംപ്ലക്സിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം NGO യൂണിയൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം TM ഗോപാലകൃഷ്ണൻ, ജോയിന്റ് കൌൺസിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം A സുരേഷ് കുമാർ, NGO സംഘം ജില്ലാ സെക്രട്ടറി പ്രേം കൃഷ്ണ തുടങ്ങിയവർ പ്രസംഗിച്ചു. റംസാൻ ഓണം പ്രമാണിച്ച് മധ്യ കേരളത്തിലെ പ്രമുഖ വസ്ത്രശാലയായ പുളിമൂട്ടി സിൽക്സിൽ തിരക്കേറുന്നു. ഇതേക്കുറിച്ച് ഒരു റിപ്പോർട്ട്. റംസാൻ ഓണം പ്രമാണിച്ച് മധ്യ കേരളത്തിലെ പ്രമുഖ വസ്ത്രശാലയായ തൊടുപുഴ പുളിമൂട്ടി സിൽക്സിൽ തിരക്കേറുന്നു. ഇന്ത്യയിലെ പ്രമുഖ മില്ലുകളിൽ നിന്നുള്ള ഏറ്റവും പുതിയ ഫാഷനുകളിലുള്ള വസ്ത്രങ്ങളുടെ വൻ ശേഖരമാണ് ഉത്സവ സീസൺ പ്രമാണിച്ച് പുളിമൂട്ടിൽ സിൽക്സിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. മില്ലുകളിൽ നിന്നും നേരിട്ട് എടുക്കുന്നതിനാൽ ഗുണനിലവാരമുള്ള തുണിത്തരങ്ങൾ കുറഞ്ഞ വിലയിൽ ലഭ്യമാക്കുവാൻ സാധിക്കുന്നതായി മാനേജിംഗ് ഡയറക്ടർ ഔസേബ് ജോൺ, മാനേജിംഗ് പാർട്ണർമാരായ റോയി ജോൺ, റോജർ ജോൺ എന്നിവർ പറഞ്ഞു. കാഞ്ചീപുരം, ബനാറസ്, ടിഷ്യൂ കോട്ട, ധർമ്മപുരം, സോഫ്റ്റ് സിൽക്ക്, ആറടി സിൽക്ക്, കച്ച് തുടങ്ങി പ്രമുഖ സ്ഥലങ്ങളിൽ നിന്നുള്ള പ്രശസ്ത മില്ലുകളുടെ വിവിധ ഇനം സാരിത്തരങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ട്. നിർമ്മാണ കേന്ദ്രങ്ങളിൽ നിന്നും നേരിട്ട് തിരഞ്ഞെടുക്കുന്നതിനാൽ കുറഞ്ഞ വിലയിൽ ഉപഭോക്താക്കൾക്ക് നൽകുവാൻ സാധിക്കുന്നു. നല്ല സെലക്ഷൻ തന്നെയാണ്. നല്ല വളരെ ഒരുപാട് ആളുകൾ ഉണ്ട്. അതോടൊപ്പം തന്നെ അത്ര തന്നെ സെലക്ഷൻ തന്നെയുണ്ട്. പിന്നെന്താ, ജെൻസിൻ്റെ തന്നെ ജീൻസ്, കോട്ടൺ പാൻറ്റ് എല്ലാത്തിൻ്റെയും നല്ല സെലക്ഷനാണ്. കിഡ്സിൻ്റെ തിരക്കേടില്ല എന്നാണ് തോന്നുന്നത്. ഞങ്ങൾ ഫാമിലി ഫുള്ള് ഇവിടെ നിന്നാണ് വർഷങ്ങളായിട്ട് എടുക്കുന്നത്. തൊടുപുഴയിൽ ഇപ്പോൾ കുറേ ഉണ്ടെങ്കിലും ഇവർ വർഷങ്ങളായിട്ടുള്ളതുകൊണ്ട് ഇവരുടെ നമുക്ക് വിശ്വാസം ഇവരെ തന്നെയാണ്. ഇതൊരു നല്ല കളക്ഷൻ ഉണ്ട്. ഇപ്പം ഓണം വരുന്നതോടൊപ്പം തന്നെ ഓണവും പെരുന്നാളും അടുത്തടുത്ത് വന്നുകൊണ്ട് തന്നെ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ഡ്രസ്സാണ്. തൊടുപുഴയുടെ ചരിത്രം പരിശോധിച്ചാൽ പുളിമൂട് തന്നെയാണ് പലതിനും മുന്നിൽ. പണ്ടൊരു ചൊല്ല് തന്നെ ഉണ്ടല്ലോ, 10 രൂപയായിട്ട് തൊടുപുഴ ഇറങ്ങിയ 9 രൂപ പുളിമൂട്ടന്മാർക്കാണെന്ന്. അതുപോലെ തന്നെ നമ്മളെല്ലാം പാരമ്പര്യമായിട്ട് ഇങ്ങനെ തന്നെ പുളിമൂട്ടിൽ തന്നെയാണ് എടുക്കുന്നത്.